വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 സൂക്തം 70. എന്നാൽ പാപകർമ്മങ്ങൾ ചെയ്ത ശേഷം പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്താൽ അവരുടെ തിന്മകളെ ദൈവം നന്മകളാക്കി മാറ്റുന്നതാണ്. അവനേറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയുമാണ്. ആരെങ്കിലും പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ദൈവത്തിലേക്കുള്ള അവൻ്റെ ആ മടക്കം വളരെ വിശിഷ്ടമായൊരു മടക്കം തന്നെയാണ്. ദൈവത്തിലും പരലോക വിചാരണയിലും അടിയുറച്ച വിശ്വാസം ഇല്ലാത്തവരിലാണ് പൊതുവെ കുറ്റകൃത്യങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം ഇങ്ങനെ തുടങ്ങിയ സകല കുറ്റകൃത്യങ്ങളും അവരിൽ വ്യാപകമായിരിക്കും. ഇങ്ങനെയുള്ളവർ യഥാർത്ഥ ദൈവിക വിശ്വാസത്തിലേക്കും പരലോക ബോധത്തിലേക്കും തിരിച്ചു വരികയും പിന്നീട് അങ്ങോട്ടുള്ളവരുടെ ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്താൽ, പഴയ ജീവിതത്തിനൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങി ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ അവരുടെ തിന്മകളെ, കഴിഞ്ഞുപോയ അവരുടെ ആ തെറ്റുകുറ്റങ്ങളെ അവരുടെ കർമ്മപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. വിശുദ്ധ ഖുർആനിൽ അസ്സുമർ എന്ന അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് പറയുക. ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവകാരുണ്യത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായും അവൻ എല്ലാ പാപവും പൊറുക്കുന്നവനാണ്, കരുണാമയനുമാണവൻ. പ്രവാചകൻ തിരുമേനി ഇപ്രകാരം പറഞ്ഞു: തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നുണ്ട്: തിന്മ ചെയ്താൽ ഉടൻ നന്മ ചെയ്യുക, അത് തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. ജനങ്ങളോട് നന്നായി വർത്തിക്കുകയും ചെയ്യുക.